സ്റ്റിച്ച്. ഇനി നമുക്ക് വളരെ എളുപ്പമുള്ള സ്പ്ലിറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് തുന്നാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂചിയിൽ നമ്മൾ 3 നൂലാണ് കോർത്തെടുത്തത്. ഇതിൻ്റെ ഒരറ്റത്ത് ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് തുന്നിയത് ഓർമ്മയുണ്ടോ? ഈ സ്റ്റിച്ച് ഇവിടെ നിന്നല്ല, കുറച്ച് ഇപ്പുറത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ ലൈന് വരച്ച ഭാഗമല്ലേ ഇവിടേക്ക് കുത്തുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇതേപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. നമ്മൾ ബാക്ക് സ്റ്റിച്ച് തുന്നിയപ്പോൾ ഇവിടെ നിന്നായിരുന്നു താഴോട്ടേക്ക് എടുത്തത് അല്ലേ? എന്നാൽ ഈ സ്റ്റിച്ചിന് ഈ ഒരു സ്റ്റിച്ച് കണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കാണ് സൂചി കുത്തി താഴ്ത്തി കൊടുക്കേണ്ടത്. ഇതേപോലെ. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ച് കുത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കൊടുത്ത ഈ സ്റ്റിച്ചില്ലേ അതിൻ്റെ സെൻറ്ററിലേക്ക് കുത്തി താഴ്ത്തണം. വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് കുത്തി താഴ്ത്തുക. ഇതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഔട്ട്ലൈനൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. കണ്ടോ? ഇതേപോലെ ഈ ലൈന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ താത്തിയിട്ട് കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ ആണ് ചെയ്യുക. അതിൽ കുറച്ച് കയറ്റി തുന്നണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ബാക്ക് സ്റ്റിച്ചിനേക്കാളും ഒന്നുകൂടെ ഔട്ട്ലൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഫില്ലായിട്ട് നിൽക്കും. ഒരു നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു സ്റ്റിച്ചാട്ടോ ഇത്. അപ്പോൾ ബാക്കി സ്റ്റിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നോക്കാം.